സ്വാതന്ത്ര്യത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയും കൂടെ കോളേജിലേക്ക് പോകാൻ പോണ്. ആര്യനും മിത്രയ്ക്കും ഫുഡൊക്കെ മീനാക്ഷി റെഡിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. രണ്ടുപേരും രണ്ട് കോളേജിലാണ് പോകുന്നത് കൊണ്ട് രണ്ട് വഴിക്കൊക്കെ ഇനി പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അവർ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഗോമതി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് പഴയ സ്വഭാവം എടുക്കുന്നുണ്ട് ഗോമതി. പഴയതുപോലെ തന്നെ മറ്റേ വീട്ടുകാർ കേൾക്കാൻ കൃഷ്ണമംഗലത്താർ കേൾക്കാൻ വേണ്ടി മിത്രയെ വേഗമായോ കോളേജിലേക്ക് പോകണ്ടേ, സൂക്ഷിച്ച് പോകണം, സൂക്ഷിച്ച് വരണം. അതുപോലെ തന്നെ ആര്യനോടും പറയുന്നുണ്ട് കഴിക്കണം, ഭക്ഷണം തന്നതൊക്കെ മുഴുവനും കഴിക്കണം എന്നൊക്കെ മിത്രനോട് പറയുമ്പോൾ മിത്രയുടെ അച്ഛന് അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. മിത്രയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് മോളെ നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛമ്മ, അതേ അച്ഛമ്മയ്ക്ക് സന്തോഷം കൊണ്ട് അച്ഛമ്മ പുറത്തിറങ്ങി വന്ന് തന്നെയാണ് കാണുന്നത്. ആ കാഴ്ച മിത്രയുടെ ജീവിതം അങ്ങനെ തന്നെ നശിച്ചു പോയി എന്നാണ് അച്ഛനും വിചാരിച്ചത്. പക്ഷേ അവർ കോളേജിലൊക്കെ വിടുന്നൊന്നും അവർ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ മിത്ര കോളേജിലേക്ക് മിത്രനെ നമ്മുടെ കൊച്ചച്ഛനാണ് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നീട് ഗോമതി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊങ്ങിത്തരങ്ങൾ വിളിച്ച് പറയുമ്പോഴൊക്കെ അച്ഛമ്മ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വീണ്ടും അച്ഛനും ആളും വരുന്നുണ്ട്. മിത്രരെ അച്ഛൻ വന്ന് കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കോളേജിലേക്ക് രണ്ടാളും രണ്ട് വഴിക്കൊക്കെ പോയി. പിന്നീട് അലോക് ആൾക്കാരെ വിട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ പോണ വഴിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിനുശേഷം അലോക് ആര്യനായിട്ട് വഴക്കുണ്ടാക്കി. അലോക് എന്തായാലും ഒരടി അടിക്കാൻ പോകുമ്പോൾ ആര്യൻ തടയുന്നൊക്കെ ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ മറ്റുള്ളവരും കൂടി വന്നു കഴിഞ്ഞിട്ട് ആര്യനെ തടഞ്ഞു വെച്ച് രണ്ട് കൈയും ബാക്കിലേക്ക് വെച്ചപ്പോൾ ആര്യനെ തടയാൻ പറ്റിയില്ല. പിന്നെ ആര്യനെ തലങ്ങും വിലങ്ങും അടിക്കായിരുന്നു. നീ എൻ്റെ പെങ്ങളെ നീ കൈയും കലാശം കാണിച്ചും കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വർണം, കല്യാണത്തിന് വെച്ച സ്വർണം മുഴുവൻ നീ എടുത്ത് പണവും സ്വർണവും തരണം എന്നൊക്കെ പറഞ്ഞ് മിത്രനെ കുറിച്ചൊന്നും ചോദിക്കില്ല. കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെ ആര്യനെ അടിച്ച് അവശനാക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോകും. പിന്നീട് ആര്യൻ ആനന്ദിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദ് ആകാശിനെ കൊണ്ട് വന്നിട്ട് ആര്യനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പിന്നെ ഗോമതിനെ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഗോമതി നേരെ കൃഷ്ണമംഗലത്തിൻ്റെ വാതിക്കലേക്ക് ചെന്ന് വിളിക്കുന്നു അലോകിനെ. അതുപോലെ തന്നെ ദേഷ്യം കൊണ്ടാണ് ആങ്ങളമാരെ അച്യുതനെ പേരെടുത്ത് തന്നെ വിളിക്കുന്നത്, അച്യുത എന്ന് തന്നെ വിളിക്കുന്നത്. ഏട്ടന്മാരെന്നൊക്കെ വിളിച്ചിരുന്ന വായൊക്കെ നാവൊക്കെ മാറ്റി ഇനി നിങ്ങളെ പേര് വിളിക്കുള്ളൂ, നിങ്ങൾക്ക് ഞാനിനി ഒരു ബഹുമാനവും തരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയും പറയുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ വിളിച്ചു കൂവുന്നത് എൻ്റെ മോനെ ആളെ വിട്ട് അടിപ്പിച്ചേക്കണം, എൻ്റെ മോൻ ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ നിങ്ങളുടെ മോളും ചെയ്തിട്ടുള്ളത്, പിന്നെ എന്തിനാണ് ആവശ്യമില്ലാണ്ട് എൻ്റെ മോനെ തല്ലാൻ നോക്കണേന്നൊക്കെ ചോദിക്കും. അപ്പം ആര്യനെ തല്ലിയതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിത അത് അലോകിനോട് ചോദ്യം ചെയ്യുന്നുണ്ട്. നീ എന്തിനാടാ തല്ലിയത്, നിനക്ക് ഇത്തിരി പോലും വിവരമില്ലേ എന്നൊക്കെ ചോദിക്കും. അത് മിത്രയുടെ ഭർത്താവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് ഗോമതിനെ മറ്റാരും കാണാത്തൊരു മുഖം തന്നെയായിരുന്നു അവിടെ. ഗോമതി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. മേലിൽ എൻ്റെ മോൻ്റെ മേത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞത് എന്നെയും എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയൊക്കെ പറഞ്ഞത് ഞാൻ മിണ്ടാണ്ട് നിന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതെന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. എൻ്റെ മക്കളെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ദേഹത്ത് ഇനി നിൻ്റെ കൈ വീണിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഞാൻ ഈ വീട്ടിൽ വന്നൊടിച്ചുവിടോടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതിനെ നാലാൾ പിടിച്ചു. നമ്മുടെ മാമൻ വന്നു കഴിഞ്ഞിട്ട് പിടിക്കും, ധർമ്മം വന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട്. ചേച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ നീ മിണ്ടാണ്ട് കിട, ഇനി ഇവരോട് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇവർ വലിയ ആൾക്കാരെന്ന് വരെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വരുന്നുണ്ട്. ബാലൻ വരുമ്പോൾ ബാലനും കേൾക്കുന്നുണ്ട്. ആര്യൻ അടിച്ചു എന്ന് കേൾക്കുമ്പോൾ ബാലനൊരു ഞെട്ടലൊക്കെ ഉണ്ടെങ്കിലും ബാലൻ ആര്യനോട് പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് സഹകരിക്കുന്നൊന്നുമില്ല. പിന്നീട് ബാലൻ അങ്ങോട്ട് അവരെ വർത്തമാനം കേൾക്കാത്ത രീതിയിൽ അകത്തേക്ക് അവരെ വീടിൻ്റെ അടുത്തേക്ക് പോകും. ആ സമയത്ത് ഗോമതി വന്ന് ചോദിക്കുന്നത് എന്താ മുറ്റത്ത് നിന്നും കഴിഞ്ഞിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ, ബാലേട്ടൻ എന്നെ വഴക്ക് പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടില്ല. ആ സമയത്ത് ആകാശം ആനന്ദും പറയുന്നുണ്ട് ഒരുപാട് അടിച്ചാച്ചാ കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലനകത്തേക്ക് ചെല്ലുമ്പോൾ ആര്യൻ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പക്ഷേ ബാലന് ഒരുപാട് വിഷമമാവുന്നുണ്ടെങ്കിലും ബാലൻ അത് പുറത്ത് കാണിക്കാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.